കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം ഈ പ്രഭാതത്തിങ്കൽ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന വിലപ്പെട്ട അവസരത്തെ ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം. അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. അനേകർ ഈ സന്ദേശം കേട്ടിട്ട് എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ അതിരാവിലെ ഈ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ കാരണമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ കർത്താവ് നൽകുന്ന അത്ഭുതകരമായ വിടുതലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പലരും നെഗറ്റീവായ ചിന്താഗതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ. വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് എല്ലാ കാലങ്ങളിലും അവൻ ദൈവമാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായ ദൈവമാണ്. ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കഴിഞ്ഞ നാളുകളിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്ത അതേ കർത്താവ് തന്നെയാണ് ഇന്ന് നാം ആരാധിക്കുന്ന കർത്താവ്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവം നമ്മുടെ വീടുകളിലൊക്കെ മക്കൾ ഉള്ള വീടുകളാണ് അല്ലേ? മക്കളില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമേ കാണത്തുള്ളൂ. കുഞ്ഞുമക്കൾ മുതൽ മുതിർന്ന മക്കൾ വരെയുള്ള കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകൾ. എനിക്ക് 3 മക്കളാണ്, ആൺമക്കളാണുള്ളത്. അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ എല്ലാ ദിവസങ്ങളിലും ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കൾ പോലും ഇല്ല. ഇന്ന് ഞാൻ ഒരു പിതാവ്, ഒരു പള്ളിപ്രമാണിയായ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ വിടുതലിന് വേണ്ടി ചെല്ലുന്ന ഒരു സന്ദേശമാണ് ഷോർട്ട് സന്ദേശമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ തലമുറകൾ ദൈവത്താൽ വിടുവിക്കപ്പെടുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അവരെ തീർച്ചയായും ഈ സന്ദേശം അവർക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് വളരെ പ്രയാസത്തിന് നടുവിൽ, എന്താ രോഗമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനെയാണ് വാക്യം കൊടുത്തിരിക്കുന്നത്: എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. പള്ളിപ്രമാണിയായ യായിറോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയ അറിവ് തനിക്ക് ലഭിക്കപ്പെടുവാനിടയായി. ആ അറിവാണ് ആ യേശുവിൻ്റെ അടുക്കിലേക്ക്, യേശുവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നുള്ള ആ നല്ല ബോധ്യം, ഉറപ്പ് യായിറോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യായിറോസ് വളരെ വിശ്വാസത്തോടെ താൻ ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ചികിത്സകളൊക്കെ നടത്തിക്കാണും. അന്നത്തെ കാലഘട്ടത്തിലുള്ള വൈദ്യന്മാരെ കൊണ്ടുള്ള ചികിത്സകൾ, ആശുപത്രികളൊക്കെ കുറവാണെങ്കിലും വൈദ്യന്മാർ ധാരാളം ഉണ്ടായിരുന്നു. വൈദ്യന്മാരെ കൊണ്ടുള്ള ചികിത്സകൾ നടത്തിക്കാണും. ഒരു വിധത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല. അവൾ രോഗക്കിടക്കയിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ഏറ്റവും അവസാനം നമുക്ക് എത്തപ്പെടാനുള്ള ഏറ്റവും അവസാനം നമ്മുടെയൊക്കെ വിഷയങ്ങൾ മൂർച്ഛിച്ച് കഴിയുമ്പോൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, കയ്യിലെ പണം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലേക്കും തകർച്ചയിലേക്കും നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ഉപവസിക്കുവാനും ഒക്കെ തയ്യാറാകുന്നെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത ഗതികെട്ട ഒരു കാലഘട്ടത്തിലാണ്. പെൺകുഞ്ഞുങ്ങൾ അടക്കമാണ് ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഈ പിതാവ് വളരെ പള്ളിപ്രമാണി എന്ന് പറയും, പള്ളിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തോ അല്ലെങ്കിൽ അവിടുത്തെ അധികാര മേഖലയിലൊക്കെ നിൽക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു മനുഷ്യനായിരിക്കാം. എന്തായാലും ഒരു പ്രമാണിയാണ്.
ആ പ്രമാണിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ മാത്രമേ വിടുതൽ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വിശ്വസ്തയോടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടയാളോ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളോ ആയിക്കൊള്ളട്ടെ, ഇന്ന് ഈ രാവിലെ സമയത്ത് ഈ സന്ദേശം നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ തലമുറയെ നീ മടക്കിത്തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനിടയായി തീരും. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഈ പള്ളിപ്രമാണിയായ യായിറോസ് വന്നിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് വളരെ മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത്, മത്തായി സുവിശേഷത്തിൽ പറയുന്നത് മകൾ മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിനു. എന്നാൽ ഇവിടെ ലൂക്കോസിൽ പറയുന്നത് മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്, വളരെ കൂടുതലാണ്, എത്രയും വേഗത്തിൽ അങ്ങൊന്ന് വരണം. അങ്ങനെ യായിറോസിന്റെ കൂട്ടത്തിൽ യേശുവും ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടവും മുന്നോട്ട് പോകുന്ന ഇടയിൽ, അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു രക്തസ്രാവക്കാരത്തി സ്ത്രീ വന്ന് അതിന് അല്പം തടസ്സം നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാത്ര തിടുക്കത്തിലായിരുന്നു, പക്ഷേ ഇടയ്ക്കൊരാള് ആ സൗഖ്യത്തിന് വേണ്ടി വന്ന് കയറിയപ്പോൾ അവിടെ അല്പം സമയം എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. അപ്പോൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുകയാ, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര പ്രതീക്ഷയോടെയാണ് ആ മനുഷ്യൻ കടന്നു വന്നിരിക്കുന്നത്. കുഞ്ഞ് മരിച്ചുപോയി എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വലിയ ദുഃഖമുണ്ടാകുവാനായിട്ട് ഇടയായിരുന്നു, വലിയ ദുഃഖമുണ്ടായി. 35-ാമത്തെ വാക്യമാണ് മർക്കോസിന്റെ സുവിശേഷം 5:35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി ശവാടക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നീ തിരിച്ചു വീട്ടിലോട്ട് വരിക, കുഴി വെട്ടാനുള്ള ആളുകളെയൊക്കെ ഏൽപ്പിക്കണം, എന്ത് ചെയ്യണം, എത്രയും വേഗത്തിൽ കുഞ്ഞിനെ മറവ് ചെയ്യണം. ഇതാണ് ആ മരിച്ചു എന്നുള്ള വാക്കിന്റെ അടുത്ത സ്റ്റെപ്പ്. അതാണ് എന്ത് ചെയ്യുക, ഇനി അതിന് യാതൊരുവിധ ഒരു മാർഗവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതുവരെ ആരെയും ഉയർപ്പിച്ചിട്ടില്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല എന്ന് യായിറോസിന് അറിയാമെങ്കിലും, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് യായിറോസിന് ഒരു കാര്യം ഉറപ്പായി മനസ്സിലായി. യേശു ക്രിസ്തുവിന് ഒരു വിടുതൽ നൽകുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ആ പള്ളിപ്രമാണിയുടെ അടുക്കൽ വന്ന് പറഞ്ഞ ആളുകൾ യായിറോസിനോട് ഇത് പറയുമ്പോൾ യേശു ആ വാക്ക് കേട്ടു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ ആദ്യത്തെ ഉയർപ്പിൻ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്ന, പാപവടികളിൽ കൂടി ഓടുന്ന, ഒരു വിധത്തിൽ ഇനി മടക്കി വരുത്തുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് അത്ഭുതകരമായ, അതിശയകരമായ ഒരു വിടുതൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. തിരുവചനത്തിന്റെ വാഗ്ദത്തത്തിൽ കൂടെ നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഉറപ്പു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. യേശു ആ വീട്ടിൽ ചെന്നു, കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ എന്ത് ചെയ്തു? ജീവനോടെ മടക്കി കൊടുക്കുന്ന സംഭവം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട്. അവൾക്ക് 12 വയസ്സ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞ് തലമുറകളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത ഗതികെട്ട ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വാക്ക് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ഓർക്കുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം നൽകുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യമോ മയക്കുമരുന്നോ ലോകത്തിന്റെ മോഹങ്ങളിലോ വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരെ തലമുറകളെ വിടിവിച്ച് ആലയത്തിനകത്ത് കൊണ്ടുവരണമേ, വിശ്വാസത്തിൽ കൊണ്ടുവരണമേ.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രഭാതത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യണം? യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർപ്പിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.